അല്ലോ അപ്പോൾ അമ്മക്ക് ഇന്ന് പ്ലെയിൻ എടുക്കണം. ഇന്ന് പ്ലെയിൻ എടുത്തിട്ടേ കാര്യമുള്ളൂ. എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ. അപ്പോൾ ഫ്രണ്ട് ഉണ്ട് പ്ലെയിനിൻ്റെ ആ ഓഫീസറിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവനോടൊന്ന് ചോദിക്കണം. അവനോട് പൈസ ചോദിക്കണം. അവൻ കുറച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നു. പൈസ അവൻ തരുമായിരിക്കാം. അപ്പം നമുക്ക് അവനോട് ചോദിക്കണം. എത്താനായ ഇവിടെയാണ് എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ എടുക്കാൻ വന്ന പ്ലെയിൻ നേരെ ഉണ്ടാവും. അതാ ഇപ്പം നോക്കിയാൽ കാണാം. അതാ ആ മഞ്ഞ കളർ പ്ലെയിനാണ് എടുക്കാൻ വന്നത്. അപ്പം അവനോട് അമ്മ എല്ലാം ചോദിച്ചിട്ട് നമുക്ക് ചോദിച്ചിട്ട് പറയാം. അപ്പം നമ്മളൊന്ന് ചോദിക്കാം. അവന് മുകളിലുണ്ട്. അപ്പോൾ ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ് നമ്മളവനോട് ചോദിച്ചു. അവൻ പറഞ്ഞ് 1,00,000 ഉറുപ്പ്യാണ്. പക്ഷേ നമുക്ക് അവൻ കുറച്ച് തന്നിട്ട് 50,000 ഉറുപ്പ്യാക്കി തന്ന്. നമ്മൾ കാല് പിടിച്ചിട്ടാന്ന്. നമ്മളെ ഫ്രണ്ടായതുകൊണ്ട് അവന് അങ്ങനെ പൈസ കുറച്ച് തന്ന്. അതുകൊണ്ട് സീനില്ല. അപ്പം നമ്മളെ ഫോർച്യൂണർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്ലെയിന്. പ്ലെയിന് സീനാണ്. ഏതാടാ ഫാക്ക് ഇഷ്ടപ്പെട്ട്. ഇപ്പം തന്നെ കാണുമ്പോൾ സീന് ലുക്കുണ്ട്. ഇതെങ്ങനെ കയറാം? ഇന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ. തുള്ളിയിട്ട് കാവുന്നില്ല. ഒട്ട സാധനം തിന്നാടാ. അങ്ങനെ അമ്മ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് എന്തൊക്കെ സ്വിച്ചാണ് ഇത്? സീനില്ല. അതോ നേരെ പൊട്ടിക്കണേ, അല്ലെങ്കിൽ ചത്ത് കഥ കഴിഞ്ഞ്. അതാ എടേ ബാലൻസ് തെറ്റി ചത്ത്. അതാ അയ്യൻ്റെ റബ്ബേ, ഇവനെന്നായിരുന്ന പടക്കം കളി കളിക്കുന്നു. പടം എന്തൊക്കെയാടാ. ഇവൻ ഇരുന്ന് എണീക്കുന്നില്ല. അങ്ങനെ നമ്മളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. പോലീസ് പറയേണ്ടതിൽ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്താലേ ഇവനെ ഞാൻ പുറത്തിറക്കും. അല്ലെങ്കിൽ ഇവൻ എനിക്കൊരു 1 കോടി രൂപ തരണം. ബാക്കിയുള്ളതെല്ലാം റിസപ്ഷനിൽ പോയാൽ കിട്ടും. കേട്ടോടാ നീ? സാറെന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. നീ മിണ്ടാണ്ടിരിക്കടാ അവിടെ. നിന്നെ അടിച്ച് ഞാൻ സോറി ഞാൻ മിണ്ടില്ല സാർ. അപ്പോൾ ഗൈസ് ഈ ഡ്രിഫ്റ്ററാണ് കേട്ടോ അയാൾ. എൻ്റെ മോനെ അത് എടുക്കുന്ന നോക്കിയാൽ ബ്രേക്കിലും പിടിച്ച് വളച്ചെടുക്കുന്ന. എന്നാടാ ഒന്നില്ല സാർ, ഒന്നില്ല. എത്തി ഗൈസ്. ഇറങ്ങടാ. ഇറങ്ങി. നീയല്ലേടെ മറ്റേ പ്ലെയിൻ ക്രാഷ് ആക്കിയിട്ടൊക്കെ? അതെ. എന്നെ റിസപ്ഷനിൽ വിളിക്കുന്നുണ്ട്. ഉള്ളിൽ കയറടാ. കയറാം സാർ, കയറാം. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഇതല്ലേ നമ്മുടെ ചെക്കൻ. 1 കോടി രൂപ കൊടുത്തു. എടാ നീ നാളെ കളിക്കുന്നേ. സോറി സാർ. പറയേണ്ടതിൽ പറഞ്ഞോ. എന്നാന്ന് സാർ, ഞാൻ അറിയാണ്ടൊന്ന് ക്രാഷായിപ്പോയി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നന്നായില്ലേ? ഇത് തരാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്താൽ നിനക്ക് ഭാഗ്യം. നിനക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാം. അല്ലെങ്കിൽ 1 കോടി രൂപ തരേണ്ടി വരും. ഗായ്സ് എന്തെങ്കിലും ചെയ്യും ഗായ്സ്. അപ്പോൾ ജയിലിൻ്റെ ഉള്ളിലെത്തിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഞാൻ ജയിലിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. സാർ ഇതേതാന്ന് ചങ്ങായി? സാർ അത് കൊലപാതകൻ്റെ 2 പെണ്ണിനെയും ആണിനെയും കൊന്നതാം. അല്ലാ പെട്ടിട്ടാ ഗായ്സ്. ബൈ.